എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TV, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം 8ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മോശം ദിവസങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിനും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകൾക്കെല്ലാം. കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയും അമേരിക്കൻ മാർക്കറ്റുകളും ടെക്നോളജി സ്റ്റോക്കുകളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിലും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള പരിക്കില്ലാത്തൊരു മാർക്കറ്റ്. മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി നമ്മൾ ശനിയാഴ്ച പുലർച്ചയ്ക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 24,300 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ ക്ലോസിംഗ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ 265 പോയിന്റ് താഴെയാണ് നിഫ്റ്റി ശനിയാഴ്ച പുലർച്ചയ്ക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച. അതിനുശേഷം ഒരു പക്ഷേ നിഫ്റ്റി 24,000 ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും വഷളാവുകയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യനെ തന്നെയാണ്. ഓൾറെഡി ഇന്ത്യയിലെ LPG പ്രൈസൊക്കെ കൂട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പൊതുവെ നൽകുന്ന ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അലുമിനിയം ഒഴികെ മറ്റ് കമോഡിറ്റികളൊന്നും തന്നെ കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചിട്ടില്ല. മറിച്ച് അലുമിനിയം നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച 4-year ഹൈയിലാണ് അലുമിനിയം ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം ദുബായ് ആണ് മേജറായിട്ട് അലുമിനിയം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം. UAEയിൽ നിന്നാണ് വലിയ രീതിയിലുള്ള അലുമിനിയം എക്സ്പോർട്ട്സ് ഒക്കെ പോകുന്നത്. യൂറോപ്പിലെ 30% അലുമിനിയം ഇമ്പോർട്ടും വരുന്നത് UAEയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ US-ലെ 20% അലുമിനിയം ഇമ്പോർട്ട് വരുന്നത് UAEയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അലുമിനിയം നല്ല രീതിയിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മുന്നേറിയിട്ടുള്ളത്. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചും മറ്റ് കമോഡിറ്റികളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ കമോഡിറ്റികൾ ബെറ്റർ ആവേണ്ടതാണ്. പക്ഷേ ഗോൾഡിലും സിൽവറിലും കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിന്റെ ഇമ്പാക്റ്റിൽ കാണുന്നില്ല. മറിച്ച് പല യൂറോപ്യൻ രാജ്യങ്ങളും ഡിഫൻസ് സ്പെൻഡിങ്ങിന് വേണ്ടി അവരുടെ ഗോൾഡ് റിസർവ് വിറ്റേക്കുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഓൾറെഡി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പോളണ്ട് സെൻട്രൽ ബാങ്ക് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഗോൾഡിൽ വീണ്ടും വൊളാറ്റിലിറ്റി കൂടിയിട്ടുള്ളത്. ചൈനീസ് സെൻട്രൽ ബാങ്ക് ഫെബ്രുവരി മാസത്തെ ഗോൾഡ് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് വിട്ടിരുന്നു. 0.93 ടൺസ് ആണ് വാങ്ങിയിട്ടുള്ളത്. വളരെ മീഗർ ക്വാണ്ടിറ്റിയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളില്ല. മറിച്ച് UAEയിൽ ദുബായിലെ ഇന്റർനാഷണൽ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $30-40 താഴെയാണ് ഗോൾഡൊക്കെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഗോൾഡിന്റെ അപ്വേർഡ് മൊമെന്റത്തിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് വീണ്ടും താഴെയാവാനാണ് ചാൻസസ് കൂടുതൽ. അതും ഗോൾഡിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഷനിങ് ഇഫക്റ്റ് ഗോൾഡിൽ ഉണ്ടായേക്കാം. ഗോൾഡ് ഒരു പക്ഷേ മുന്നേറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിലും നമുക്ക് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. സിൽവറിലും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ $93.04 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഈ ആഴ്ചയിൽ $100 പെർ ബാരലിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഖത്തർ മിനിസ്റ്റർ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ബ്രന്റ് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ $150 പെർ ബാരൽ വരെ ഉയർന്നേക്കും അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ നെഗറ്റീവ് ന്യൂസാണ്. കുവൈറ്റ് അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സെയിൽസ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം ഹോർമുസ് കടലിടുക്കിൽ കൂടി ഷിപ്പുകൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ മൂവ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം പല രാജ്യങ്ങളും ഷിപ്പിംഗ് ലൈൻസിനെയൊക്കെ ഈ കടലിടുക്കിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റ് കുറയാണ്.
സപ്ലൈ കുറയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, അതുപോലെ തന്നെ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയൻ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് വീണ്ടും മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് വീണ്ടും കാണാൻ പോകുന്നത്. ഇറാൻ സുപ്രീം ലീഡറെ വധിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് പുതിയ ലീഡറെയൊക്കെ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പുതിയ ലീഡറുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഈ സംഘർഷത്തോട്, അതിനനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ സംഘർഷം വലുതാവോ അല്ലെങ്കിൽ സംഘർഷത്തിലായോ വരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. സംഘർഷം വലിയ രീതിയിൽ വലുതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റുകൾക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ദുബായിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ UAE 7 ദിവസത്തേക്കുള്ള ഫുഡ് സ്റ്റഫ്സ് മാത്രമാണ് ബാലൻസ് ഉള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഷോർട്ടേജൊക്കെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ക്രൈസിസ് ആണ് ഹ്യൂമൻ ബീയിങ്സ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ജനങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള പല ഡിസ്കഷൻസൊക്കെ നടന്നേക്കാം. അത്തരത്തിലുള്ള ഡിസ്കഷൻ ബലം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അത് നൽകാൻ പോകുന്നത്. കാരണം നമ്മുടെ 80% ക്രൂഡ് ഓയിലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ LNG നമ്മൾ ഖത്തറിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ഇതിൻ്റെയൊക്കെ വരവ് നിലച്ചിരിക്കുകയാണ്. അതേസമയം ഓസ്ട്രേലിയ, കാനഡ ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഗ്യാസ് സപ്ലൈ നൽകാമെന്നുള്ള ഓഫറൊക്കെ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓഫേഴ്സ് വളരെ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മളും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഉള്ളത് 25 ദിവസത്തേക്കുള്ള ഇൻവെൻട്രിയാണ്. അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ ഇൻവെൻട്രി നോക്കുകയാണെങ്കിൽ 25 ദിവസത്തേക്കുള്ള. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് 48-50 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. LPGയുടെ കാര്യത്തിലും 25 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് LPG വെച്ച് നോക്കുകയാണെങ്കിൽ അതും ഒരു 48-50 ദിവസത്തേക്കാണ് നമ്മളെ സംബന്ധിച്ചും സ്റ്റോക്ക് ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സംഘർഷം വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ ഇന്ത്യയിലും വലിയ രീതിയിലുള്ള ക്രൈസിസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ വർഷത്തെ GDP ഗ്രോത്ത് ഒക്കെ താഴെ പോകാനുള്ള സാധ്യതകളാണ്. ഇത് പൊതുവെ മാർക്കറ്റിനെ വീണ്ടും നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റിലേക്കാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ കാണാനായിട്ട് വളരെ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സംഘർഷത്തിൽ നിന്ന് ബലം നേടുന്ന കമ്പനികളുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾക്ക് ആർക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ക്രൈസിസ് അല്ല, മറിച്ച് പല രാഷ്ട്രത്തലവന്മാരുടെയും വാശിയും അതുപോലെ തന്നെ വൈരാഗ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LPG പ്രൈസ് ഓൾറെഡി 60 രൂപ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും വലിയ രീതിയിൽ പെട്രോൾ, ഡീസൽ പ്രൈസസ് ഒക്കെ കൂടുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വീണ്ടും നമ്മുടെ എക്കണോമിയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളുടെ അനൗൺസ്മെൻറ്റുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഈ കമ്പനികളൊക്കെ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻസും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ന്യൂസ്ലൊക്കെ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വളരെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ആഴ്ചയിലും മാർക്കറ്റിൽ ആക്ട് ചെയ്യാനായിട്ട്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീബൗണ്ടൊക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോയേക്കാം. നിഫ്റ്റി ഒരു പക്ഷേ 23,500 ലെവലിലേക്കൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ ഈ ആഴ്ചയിൽ എത്താനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ആക്ട് ചെയ്താൽ മതി. ഒപ്പം ഗോൾഡിൻ്റെ കാര്യത്തിൽ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ബ്രെഡ്, ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ONGC, ഓയിൽ ഇന്ത്യ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പല PSU ഓയിൽ കമ്പനികളും പ്രോഫിറ്റിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് സെക്ടർ കമ്പനികളും അടുത്ത ദിവസങ്ങളിൽ ഇൻ്ററിം ഡിവിഡൻഡ് വീണ്ടും ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ചെറിയ
പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നൽകിയേക്കാം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൽ തന്നെയാണ്. ഈ സംഘർഷം വലിയ രീതിയിൽ വീണ്ടും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നെഗറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ആക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.